Hey guys, welcome to our day 3 of Beginner's Challenge, and today we're going to cover something super important. Meaning, നമ്മൾ ലാസ്റ്റ് 2 ദിവസം കവർ ചെയ്തതെന്ന് പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നുന്നില്ല നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ പറയുന്ന ആക്ടിവിറ്റീസും ആ പ്രാക്ടീസ് ഷീറ്റും പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾ പതിയെ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങും. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സോ ഹിയർ യു ഗോ. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഞാനൊരു ചെറിയ റീക്യാപ്പ് വരാം. ഫസ്റ്റത്തെ ക്ലാസ്സിൽ കുറെ ഫ്ലഫ് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. മുന്നത്തെ ക്ലാസ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി ഒന്ന് വാച്ച് ചെയ്യണം. ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷിന്റെ സെന്റൻസ് ഫോം ചെയ്യുക, ഒരു ബേസിക് ഇംഗ്ലീഷ് സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാവുക. അത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇനി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിംഗുലാർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളായിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവന്, അവള്, ഇത്, സാം ഒക്കെയാണ് ഒരാളായിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സിംഗുലാർ സബ്ജക്ട്സ് എന്ന് പറയുന്നു. ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യു, ദേ, വി, അതായത് നിങ്ങൾ, അവര്, ഞങ്ങള്, സാമും മാനയും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്ലൂറൽ സബ്ജക്ട് എന്ന് പറയുന്നു. അതിന്റെ കൂടെ തന്നെ, അപ്പൊ അതാണ് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ സബ്ജക്റ്റും. അതിന്റെ കൂടെ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള കേസും കൂടി ഞാൻ പറഞ്ഞു. ഐ എന്ന് പറയുന്നത് ഒരാളുള്ളൂ, ഞാനെന്നാണ് അതിന്റെ മീനിങ്. ഒരാളാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഐനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അതാണ് ഇംഗ്ലീഷിലെ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞത്. ആൻഡ് വേർബിലേക്ക് വരുമ്പോൾ എന്താണ് വേർബ് എന്ന് പറയുന്നത്? പ്രവൃത്തി. എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനാണ് വേർബ് എന്ന് പറയാം. ആ പ്രവൃത്തി 3 ടൈപ്പിലുണ്ട്. അത് എന്താണ് പ്രവൃത്തി? ഫോർ എക്സാമ്പിൾ V1, V2, V3 എന്നുള്ള 3 ടൈപ്പിലാണ് ഇത് വരുന്നത്. V1 എന്ന് പറഞ്ഞാൽ ആ ബേസ് ഫോം, അതായത് ആ പ്രവൃത്തി ചെയ്യുക എന്നായിരിക്കും അതിന്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ പറയുന്നത് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കുക, ആ പ്രവൃത്തി ചെയ്യുക. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക. അങ്ങനെ ആയിരിക്കും V1ന്റെ മീനിങ്. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം. എന്നാൽ V2ലേക്കും V3യിലേക്കും വരുമ്പോൾ V2ന്റെയും V3ന്റെയും മീനിങ് സെയിം ആണ്. ഈ V1 എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. എക്സാമ്പിൾ നോക്കുന്നുണ്ടെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, എന്നാൽ കളിച്ചു കഴിഞ്ഞു അഥവാ കളിച്ചു എന്നുള്ളതാണ് V2ന്റെയും V3ന്റെയും മീനിങ്. പ്ലേഡ് കറക്റ്റ് അല്ലേ? അഥവാ കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, കോൾഡ് ആണ് എന്തെന്ന് പറയുന്നത് V2ഉം V3യും വരുന്നത്. അതിന്റെ മീനിങ് സെയിം ആണ്, കളിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പൊ നിങ്ങൾ ചോദിക്കും V2ഉം V3യും എന്തിനാണ് സെപ്പറേറ്റ് എന്ന് നിങ്ങൾ ചോദിക്കും. കാരണം ഇതിന്റെ മീനിങ് സെയിം ആണല്ലോ, അപ്പൊ എന്തിനാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. അവിടെ എനിക്ക് പറയാനുള്ളത്, V1, V2ഉം V3യും മീനിങ് സെയിം ആണെന്നുണ്ടെങ്കിലും അതിന്റെ സ്പെല്ലിംഗ് എപ്പോഴും സെയിം ആയിട്ടല്ല വരാം. ഫോർ എക്സാമ്പിൾ സി എന്ന് പറഞ്ഞാൽ കാണുക, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് V2 വരുന്നത്, കണ്ടു. അതുപോലെ സി എന്ന് പറഞ്ഞാൽ കണ്ടു എന്ന് തന്നെയാണ് മീനിങ്, എന്നാൽ അത് V3 ആണ്, V2 അല്ല V3 ആണ്. ഓക്കെ. അതുപോലെ മെയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുക, മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, കാരണം ഇതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമ്മൾ കമ്മിങ് ഡേയ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. അപ്പൊ V2ഉം V3യും സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സ്പെല്ലിംഗ് ഡിഫറൻസ് വരും, പക്ഷെ മീനിങ് സെയിം ആണ്. എന്തിനാണ് V2ഉം V3യും V1 ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെൻസസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ടെൻസസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഈ ഒരു കാര്യം നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആ കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണോ, അഥവാ ഇന്നലെ നടന്ന കാര്യമാണോ, നാളെ നടക്കാൻ പോകുന്ന കാര്യമാണോ, ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പഠിച്ച പോലെ പല സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള പല സ്ട്രക്ചേഴ്സ് ആണ് ഇത് ഓരോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ആ ഓരോ സ്ട്രക്ചേഴ്സിലും ചില സ്ട്രക്ചറിൽ നമ്മൾ V1 ആണ് യൂസ് ചെയ്യുക, ചില സ്ട്രക്ചറിൽ നമ്മൾ V2 ആണ് യൂസ് ചെയ്യുക, ചില സ്ട്രക്ചറിൽ നമ്മൾ V3 ആണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് V1, V2, V3 ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വലിയ ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ് ടു യു, ബട്ട് നമ്മൾ മൂവിങ് ഫോർവേഡ് ടെൻസസിനെ കുറിച്ച് കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തിനാന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് തന്നെ ധാരണ കിട്ടും. സോ ടെൻസസ് ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളാണ്. അതാണ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ടെൻസസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണോ, നാളെ നടന്നതാണോ, ഇന്നലെ നടന്നതാണോ, നാളെ നടക്കാൻ പോകുന്നതാണോ, ഇന്നലെ നടന്നതാണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്, ടെൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യും. എന്നാൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും എന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്ട്രക്ചർ, ഇംഗ്ലീഷിലുള്ള ഓരോ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് ടെൻസസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ 12 ടെൻസ് ഉണ്ട് മൊത്തത്തിൽ. എന്നാൽ നമുക്ക് ആ 12 ടെൻസസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആകെ പഠിക്കാൻ പോകുന്നത് ഒരു 6-7 ടെൻസസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 99% ഇംഗ്ലീഷും പറയാൻ പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടെൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ലിറ്ററേച്ചറിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ബിരുദെടുക്കാൻ പോകുന്നില്ലല്ലോ, നമ്മൾ സംസാരിക്കാൻ പഠിക്കാനല്ലേ പോകുന്നത്.
അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടെൻസസും ഞാൻ ഇവിടെ കവർ ചെയ്യും. ഫസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇതിലേക്കൊന്നും ഇപ്പോൾ നിങ്ങൾ പോകേണ്ട. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഒരു ടെൻസ് മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നല്ലപോലെ ഇരുന്ന് വാച്ച് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഇത് കുറച്ച് എഫേർട്ട് ഇട്ട് കണ്ട് മനസ്സിലാക്കുക. കാരണം ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ബാക്കി 10 ക്ലാസ്സും പോകുന്നത്. അപ്പോൾ ബാക്കി 10 ക്ലാസ്സസ് നിങ്ങൾക്ക് ഈസി ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് എഫേർട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ടെൻസസ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏതൊരു ടെൻസ് പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏതൊരു ടെൻസ് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 കാര്യങ്ങളാണ്. മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. എന്നാൽ 4 കാര്യങ്ങൾ, മൊത്തത്തിൽ ഒരു 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടെൻസ് അടിപൊളിയായിട്ട് പഠിച്ചു. നിങ്ങൾക്ക് ആ ടെൻസിൽ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷിനെ മലയാളത്തിലേക്കും മലയാളത്തിന് ഇംഗ്ലീഷിലേക്കും കൺവേർട്ട് ചെയ്യാൻ നോക്കരുത്. അത് ശുദ്ധ മണ്ടത്തരാണ്. കാരണം ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ മലയാളത്തിൽ പറയുന്നത് നീ പോടെ പട്ടി എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ വന്നിട്ട് യു ഗോ ഡോഗ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. അപ്പോൾ ഓരോ ലാംഗ്വേജിനും അതിൻ്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ പാടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ ചെയ്യേണ്ടതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഓരോ ടെൻസ് പഠിക്കുമ്പോഴും ആ ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യുക, എന്തൊരു സിറ്റുവേഷൻ വന്നാലാണ് ടെൻസ് യൂസ് ചെയ്യാന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഏതൊരു സിറ്റുവേഷൻ വന്നാലാണ് ആ ടെൻസ് യൂസ് ചെയ്യാന്ന് പഠിക്കുക. പിന്നെ അതിന്റെ സ്ട്രക്ചർ പഠിക്കുക. പിന്നെ അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം ആൻഡ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ റുട്ടീൻസും ഫാക്ട്സും പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് പഠിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റുട്ടീൻസും ഫാക്ട്സും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റുട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം റിപ്പീറ്റ് ചെയ്തിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് റുട്ടീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ ഇന്നലെ കവർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്ലോ ചെയ്ത് പോവാം. അപ്പോൾ റുട്ടീൻസ്, അപ്പോൾ എവിടെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്? റുട്ടീൻസ് പറയാനും ഫാക്ട്സ് പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. റുട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും ജിമ്മിന് പോകാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും വർക്കിന് പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ഞായറാഴ്ച അവരെ കാണാൻ പോകാറുണ്ട്, ഞാൻ എല്ലാ ഇയറിലും എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യും. ഫാക്ട്സ് പറയാമെന്ന് പറയുമ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാക്ട്സ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ താമസിക്കുന്നത് ഇവിടെയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ഇതൊക്കെ ഫാക്ട്സ് ആയിട്ടുള്ള സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടും റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ടുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ നിന്ന് ഡയറക്റ്റ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനല്ല നോക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കുക, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം റുട്ടീനാണോ? ബൂം, സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഫാക്റ്റ് ആണോ? ബൂം, സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യും? അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിലേക്ക് നിങ്ങളെ തോട്ട്സ് ജസ്റ്റ് ഒന്ന് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി. പ്ലഗ് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ ഓൾറെഡി ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ച സ്ട്രക്ചറാണ്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇത് നിങ്ങൾക്ക് അറിയാം. ഇതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് പോയി വാച്ച് ചെയ്യാം. അപ്പോൾ ഈ സ്ട്രക്ചർ എന്നെയാണ് ഇവിടെ വരുന്നത്. യാതൊരു വ്യത്യാസമില്ല. ഒരു ചെറിയൊരു ട്യൂക്ക് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലാർ പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഐ യു ദേ വി. അയ്യോ ദേ വി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഐ യു ദേ വി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ, നിങ്ങൾ, അവര്, ഞങ്ങൾ, അല്ലെങ്കിൽ സാമു മാനും കൂടെ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഒന്നിലധികം ആൾക്കാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഐ എങ്ങനെ പ്ലൂറലായെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം ആൾക്കാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, സബ്ജക്ട് പ്ലൂറൽ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേർബിന്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? V1 യൂസ് ചെയ്യണം. V1 നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു തന്നു. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം. അപ്പോൾ ബേസ് ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ഇത്ര ഉള്ള റൂള്. നമ്മളുടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ V1 യൂസ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റിലും ടൈമിലും യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് സബ്ജക്റ്റ്. അപ്പോൾ അതിൽ ഒന്നിലധികം ആൾക്കാരാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ V1 യൂസ് ചെയ്യുക. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം യൂസ് ചെയ്യുക. ആൻഡ് പിന്നീട് ഒബ്ജക്റ്റും ടൈമും യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ എന്താണ് പ്ലൂറൽ സബ്ജക്റ്റ്? ഐ യു ദേവി പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഐ യു ദേവി പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ എനിക്ക് റുട്ടീൻസ് പറയണം. ഞാൻ സ്ക്രീൻ ഒന്ന് ചെറുതാക്കിക്കോട്ടെ. ഓക്കെ, ഹിയർ യു ഗോ. ഓക്കെ, അപ്പോൾ ഐ യു ദേവി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഐ യു ദേവി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. റുട്ടീൻസും ഫാക്ട്സും പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ റുട്ടീൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ
പ്ലൂറൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരാണ് പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ V1 യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റ് എന്നാൽ V1 യൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പ്ലേ ആണ് യൂസ് ചെയ്തത്. പ്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ഫോം കളിക്കുക. അപ്പോൾ ഐ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലേ യൂസ് ചെയ്തു. ഐ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഫുട്ബോൾ, ഐ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കുക. ഐ പ്ലേ ഫുട്ബോൾ എവറി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇത്രയുള്ള സംഭവം സിമ്പിളാണ്. പ്ലൂറൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യാം. അപ്പോൾ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് കിട്ടും. ആൻഡ് യു വാച്ച് മൂവി എവറി ഡേ എന്ന് കിട്ടും. ഇത് ഇവിടെ യു എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, ഒന്നിലധികം ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? V1 യൂസ് ചെയ്തു. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം യൂസ് ചെയ്തു. അപ്പോൾ യു വാച്ച് മൂവീസ് എവറി സൺഡേ ആൻഡ് ദേ റീഡ് ബുക്സ് എവറി നൈറ്റ്. അതായത് അവരെല്ലാ ദിവസവും ബുക്ക് വായിക്കാറുണ്ട്. വി ഡ്രിങ്ക് വാട്ടർ എവറി മോർണിംഗ്. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ വെള്ളം കുടിക്കാറുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? റുട്ടീൻസ് ആണ്. അടുത്ത വരുന്ന 4 എന്ന് പറയുന്നത് ഐ ലവ് ഹെർ. ഐ ലവ് ഹെറിൽ ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് നമ്മൾ ലവ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ആണ്. ഇഷ്ടപ്പെടുക എന്നുള്ളതിന്റെ ബേസ് ഫോം ആണ് ലവ്. ആൻഡ് ഫൈനലി ആരുടെ മേലെയാണോ ഇഷ്ടപ്പെടുന്നത്, ആരുടെ മേലെയാണോ ആ ഒബ്ജക്റ്റ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അവിടെ ഹെർ അവളാണ്, അപ്പോൾ അവൾ എന്ന് അപ്ലൈ ചെയ്തു. അപ്പോൾ ഐ ലവ് ഹെർ. യു ലൈക്ക് മ്യൂസിക്, നിനക്ക് മ്യൂസിക് ഇഷ്ടമാണ്. ദേ ലിവ് ഇൻ കേരള. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്ലൂറൽ വന്നു കഴിഞ്ഞപ്പോൾ V1 യൂസ് ചെയ്തു. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് റൂൾ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഒരെണ്ണം എന്ന് പറയുന്നത്, അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ട്യൂക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലാർ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ, സബ്ജക്റ്റ് സിംഗുലാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? V1 അല്ല യൂസ് ചെയ്യേണ്ടത്, V1S യൂസ് ചെയ്യണം. അതായത് ഈ സാധനം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലാർ ആയി കഴിഞ്ഞാൽ, സിംഗുലാർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, സാം, അഥവാ അവൻ, അവൾ, ഇത്, സാം എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ വേർബിന്റെ എന്ത് യൂസ് ചെയ്യണം? വേർബിന്റെ ഫസ്റ്റ് ഫോം അല്ല യൂസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അത് V1ന്റെ കൂടെ എസും കൂടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ V1S, അത് നീ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പ്ലേ എന്നുള്ളതാണ് V1 എന്നുണ്ടെങ്കിൽ, V1 എന്ന് പറയുന്നത് പ്ലേ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, V1 എന്ന് പറയുന്നത് പ്ലേ ആണ് എന്നുണ്ടെങ്കിൽ V1S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്ലേയിൻ്റെ കൂടെ ഒരു S ആഡ് ചെയ്ത് കൊടുക്കുക, പ്ലേസ്. അതാണ് V1S. അപ്പോൾ നിങ്ങൾ അതിൽ ഇനി ടെൻഷനൊന്നും അടിക്കരുത്. അപ്പോൾ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1, സിംഗുലാർ വന്നു കഴിഞ്ഞാൽ V1S. ഫോർ എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ്, ഇതാണ് എന്ത്? സിംഗുലാർ ആയിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ പ്ലേ അല്ല യൂസ് ചെയ്ത്, പ്ലേസ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അവൻ ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന് പറയാനായിട്ട് ഹി പ്ലേ ഫുട്ബോൾ അല്ല, ഹി പ്ലേസ് ഫുട്ബോൾ, ഒരു S ആഡ് ചെയ്ത് കൊടുക്കുക. ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ. ഷീ വാച്ചസ് മൂവി എവറി ഡേ. അപ്പോൾ അവിടെ വാച്ച് അല്ല, വാച്ചിന്റെ കൂടെ S ആഡ് ചെയ്ത് കൊടുത്തു. ഹി വാച്ചസ് മൂവി എവറി സൺഡേ. ആൻഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് എവറി ഡേ അറ്റ് 9 AM. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സീരിയൽ ഒക്കെ തുടങ്ങും, ഈ സമയത്ത് തുടങ്ങും എന്നറിയില്ല. അപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് എവറി ഡേ അറ്റ് 9 AM. രാവിലെ 9, എല്ലാ ദിവസവും 9 മണിക്ക് രാവിലെ ആ സീരിയൽ സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ്, അപ്പോൾ സ്റ്റാർട്ട് അല്ല യൂസ് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് S ആണ് യൂസ് ചെയ്യേണ്ടത്, ഒരു S ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതൊക്കെ റുട്ടീൻസ് ആണ്. ആൻഡ് അടുത്ത് വന്നേക്കുന്ന 4 എന്ന് പറയുന്നത് ഫാക്ട്സ് ആണ്. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഹി ലവ് ഹെർ അല്ല, അല്ലെങ്കിൽ ഹി ലവ് ഹിസ് ഫാമിലി അല്ല, ഹി ലവ്സ് ഹിസ് ഫാമിലി. നമ്മൾ ഒരു S ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊക്കെ സിംഗുലാർ സബ്ജക്റ്റ് ആണ്, ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഒരാൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ V1 അല്ല യൂസ് ചെയ്യേണ്ടത്, V1S യൂസ് ചെയ്യണം. അപ്പോൾ ആ ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ അതുവരെ നമ്മൾ ഇന്നലെ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനിയാണ് നമ്മൾ പുതിയ കാര്യത്തിലേക്ക് പോകുന്നത്. പുതിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ. നമ്മൾ V1 നമ്മൾ ഓൾറെഡി നമ്മളെ സ്ട്രക്ചർ പഠിച്ചു. സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് സൂം ചെയ്തേക്കാം. സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇരിക്കൂല. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്തേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്യുക എന്ന് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നു. ഇനി ഒരു റൂൾ ഇവിടെ ഉണ്ട്. എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന് 2 രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക, ഒബ്ജക്റ്റ് ടൈം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ V1നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡു V1 എന്നും എഴുതാൻ പറ്റും. അതിൽ ഒരു വ്യത്യാസമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ 1 = 0 + 1 എന്ന് പറയില്ലേ, ആ 0ന് പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ലല്ലോ. അതുപോലെയാണ് ഈ ഡു. ഇത് നമ്മളുടെ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാധനം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. മീനിങ് ഉള്ള ഒരു സാധനം ഡു ഉണ്ട്, ചെയ്യുക എന്ന് മീനിങ് ഉള്ള ഒരു ഡു ഉണ്ട്. അത് ഇവിടെ വരുന്നതല്ല, അത് നമുക്ക് ഫ്യൂച്ചർ ക്ലാസ്സിൽ കവർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡൂവിന് ഒരു മീനിങ്ങും ഇല്ല. അപ്പോൾ V1 എന്നുള്ളതിനെ നമുക്ക് ഡു V1 എന്ന് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്നുള്ളതിനെ നമുക്ക് ഡു ലൈക്ക് എന്ന് എഴുതാൻ പറ്റും. പ്ലേ എന്നുള്ളതിനെ ഡു പ്ലേ എന്ന് എഴുതാൻ പറ്റും. ഇതിൽ യാതൊരു മീനിങ് ഡിഫറൻസും ഇല്ല. അപ്പോൾ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, ഡു പ്ലേ എന്ന് പറഞ്ഞാലും കളിക്കുക എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ V1 എന്നുള്ളതിനെ നമുക്ക് ഡു V1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറാണ് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. അത് വെച്ചിട്ട് നമ്മളെ പ്ലൂറലിന്റെ സെന്റൻസിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു സാധനമാണ് ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ?
അപ്പൊ ഈ പ്ലേനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് പ്ലേ എന്ന് പറയുന്നത് V1 ആണ്. അപ്പൊ പ്ലെയിൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡു പ്ലേ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ പ്ലെയിൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡു പ്ലേ എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ മീനിങ്ങിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഐ പ്ലേ ഫുട്ബോൾ എവിഡേ എന്നുള്ളതിനെ നമുക്ക് ഐ ഡു പ്ലേ ഫുട്ബോൾ എവിഡേ എന്ന് എഴുതാൻ പറ്റും. അതിൽ യാതൊരു മീനിങ് വ്യത്യാസവും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? ഇങ്ങനെ എഴുതിയത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നുള്ളത് എനിക്ക് എഴുതാൻ പറ്റണം. അതാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ല, അതാണ് എന്ത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എനിക്ക് എഴുതണം. അതുപോലെ നീ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് എനിക്ക് ചോദിക്കണം, അതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ആൻഡ് നീ എന്നും ഫുട്ബോൾ കളിക്കാറില്ലേ എന്ന് ചോദിക്കണം, അതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇതാണ് നമുക്ക് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതിയത്. എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതാന്ന് പറയുമ്പോൾ ഐ പ്ലേ ഫുട്ബോളിൽ ഐ ഡു പ്ലേ ഫുട്ബോൾ എന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഇനി ഡൂവിന്റെ ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഐ ഡു പ്ലേ ഫുട്ബോൾ, ഐ പ്ലേ ഫുട്ബോൾ, ഐ ഡു പ്ലേ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നാണ് മീനിങ്. ഇനി എനിക്ക് പറയണം ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ല എന്ന് പറയണം. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഡൂവിന്റെ ശേഷം ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ഫുട്ബോൾ കളിക്കാറില്ല. അപ്പോൾ നമുക്ക് ഒരു സാധനത്തിന് നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് അതിന്റെ പിന്നിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ല. ഇതിന്റെ മലയാളം മീനിങ് ഒന്നും ഞാൻ ഇവിടെ കൊടുക്കാത്തതിന്റെ കാരണം നിങ്ങൾ മലയാളത്തിലേക്ക് എപ്പോഴും ചിന്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊരു റുട്ടീൻ, ആ റുട്ടീന്റെ നെഗറ്റീവ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് അതിന്റെ ഇവിടെ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട്. ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട്. സെയിം തന്നെയാണ് മീനിങ്. ഇനി ആ ഡൂവിന്റെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറില്ല. ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറില്ല. ഇനി ഈ ഡു നോട്ടിനെ ഒരുമിച്ച് എഴുതുന്നതാണ് ഡോണ്ട്. അപ്പൊ ഡൂനെ നോട്ടിനെ ഒന്ന് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡോണ്ട് എന്ന് കിട്ടും. അപ്പൊ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ല. അപ്പൊ ഇതിന്റെ മീനിങ്ങും സെയിം ആണ്. ഇത് രണ്ടും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. എന്നാൽ ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും ഫുട്ബോൾ കളിക്കാറില്ല. ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് ചേർത്ത് എഴുതുന്നതാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെ മീനിങ്, അത് രണ്ടും എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതിന്റെ മീനിങ്ങിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അത്ര ഭാഗം ക്ലിയർ അല്ലേ? ഇനി എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് എപ്പോഴും നമ്മൾ പുതിയത് ഫോർമാറ്റിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടാണ് വരേണ്ടത്. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇതാ. അപ്പൊ ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇനി ഡൂവിനെ എടുത്തിട്ട് ഫ്രണ്ടി കിട്ടി കഴിഞ്ഞാൽ ഡു ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് കിട്ടും. ഡു ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻ ആയത് ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ? ശരിക്കും ഡു ഐ പ്ലേ ഫുട്ബോൾ എന്ന് പറയില്ല, ഡു യു പ്ലേ എന്ന് പറയുള്ളൂ. ഞാൻ എന്നോട് തന്നെ ചോദിക്കില്ലല്ലോ, ഞാൻ എന്ന് ഫുട്ബോൾ കളിക്കാറുണ്ടോ, ഞാൻ എന്നോട് തന്നെ ചോദിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ ശരിക്കും യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ. മറ്റേത് മീനിങ് കറക്റ്റ് ആണ്, യൂസേജ് കറക്റ്റ് ആണ്, പക്ഷെ അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ. അപ്പോൾ ആ ഡൂവിനെ എടുത്തിട്ട് ഇതിന്റെ ഫ്രണ്ടിക്ക്, സബ്ജക്റ്റിന്റെ ഫ്രണ്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ കിട്ടും. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ നീ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഇനി നമ്മൾ ചില സമയത്ത് ചോദിക്കാറില്ലേ, നീ ഒന്നും ഫുട്ബോൾ കളിക്കാറില്ലേ? അങ്ങനെ ഒരു ഹുക്ക് ഇട്ട് ചോദിക്കാറില്ലേ? അങ്ങനെ ഹുക്ക് ഇട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡൂവിന്റെ കൂടെ ഒരു നോട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡോണ്ട് യു പ്ലേ, ഡോണ്ട് ഐ പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ലേ, പക്ഷെ അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലല്ലോ. അപ്പോൾ ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ എവറി ഡേ, അതായത് നീ എന്നും ഫുട്ബോൾ കളിക്കാറില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഇതും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് തന്നെ, ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ. അതിന്റെ ബാക്കിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറില്ല. അതിനൊന്ന് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറില്ല. ഇനി അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ, നീ എന്ന് ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഇനി അതിനെ ഒന്നും കൂടി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ നീ ഒന്നും ഫുട്ബോൾ കളിക്കാറില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ എവറി ഡേ. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സിംഗുലാർ വരുമ്പോൾ, അപ്പോൾ പ്ലൂറൽ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡു യൂസ് ചെയ്യും. പ്ലൂറൽ വരുമ്പോഴാണ് നമ്മൾ ഡു യൂസ് ചെയ്യുള്ളൂ. ഇനി സിംഗുലാറിക്ക് വരുമ്പോൾ ഡു അല്ല യൂസ് ചെയ്യേണ്ടത്, ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ഒരു ട്രിക്കും കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ലൈക്ക് വന്നു കഴിഞ്ഞാൽ ഡു ലൈക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് വന്നു കഴിഞ്ഞാൽ ഡു ലൈക്ക് യൂസ് ചെയ്യാം. പ്ലേ വന്നു കഴിഞ്ഞാൽ ഡു പ്ലേ യൂസ് ചെയ്യുക. അതായത് ബേസിക്കലി എന്താ നടക്കുന്നത് പറഞ്ഞാൽ V1 വന്നു കഴിഞ്ഞാൽ ഡു പ്ലസ് V1 എന്ന് എഴുതാൻ പറ്റും. V1 ഈക്വൽ ടു ഡു പ്ലസ് V1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ V1 ആയിട്ടുള്ള ലൈക്ക് വന്നു കഴിഞ്ഞാൽ ഡു ലൈക്ക് എന്ന് എഴുതാൻ പറ്റും. V1 ആയിട്ടുള്ള പ്ലേ വന്നു കഴിഞ്ഞാൽ ഡു പ്ലേ എന്ന് എഴുതാൻ പറ്റും. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ, എന്തിലേക്ക് വരുമ്പോൾ, സിംഗുലാറിന്റെ കേസിൽ വരുമ്പോൾ നമ്മ ഹി പ്ലേ എന്നല്ല പറയാറ്, ഹി പ്ലേസ് എന്നല്ല പറയാറ്. അപ്പൊ പ്ലേസ് V1S വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡസ് പ്ലസ് V1 എന്നാണ് എഴുതാൻ പറ്റുക. ഡസ് പ്ലസ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ റൂളാണ്, മനസ്സിലാക്കുക. അപ്പോൾ V1S എന്ന് പറഞ്ഞു കഴിഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ ഡസ് പ്ലസ് V1 എന്നാണ് എഴുതുക. ഇവിടെ V1S ഇല്ല, ഡസ് പ്ലസ് V1 ഉള്ളൂ. ഒരു സെക്കൻഡ്, ഓക്കെ, ഹിയർ യു ഗോ.
അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് V1S വന്നു കഴിഞ്ഞാൽ ഡസ് പ്ലസ് V1 ആണ് എഴുതുക. V1S ഉണ്ടാവില്ല, കാരണം ഇതിന്റെ എസ് ഇവിടുത്തെ എസ് ആര് അബ്സോർബ് ചെയ്തെടുക്കും? ഡസ് ഇതിന്റെ എസ്സിനെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് V1S ഈക്വൽ ടു ഡസ് പ്ലസ് V1 ആണ് കിട്ടുക. അപ്പൊ V1S നമ്മൾ ഡസ് പ്ലസ് V1 എന്ന് പറയുന്നു. അതിൽ ഈ V1S എസ്സിനെ ഡസ് അബ്സോർബ് ചെയ്തെടുത്തു. അതാണ് ഞാൻ ഇവിടെ റെഡ് കൊടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് ബാക്കി V1 മാത്രം ഇവിടെ ഇടും. ഫോർ എക്സാമ്പിൾ ഓക്കെ ഫോർ എക്സാമ്പിൾ വേറെ ഒന്നല്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലൈക്സ് എന്ന് പറയുന്ന മീനിങ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, ലൈക്സ് ആണ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡസ് ലൈക്ക് എന്ന് വരും. ലൈക്സ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡസ് ലൈക്ക് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എസ് ഇല്ല. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ലൈക്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡസ് ലൈക്ക് എന്ന് എഴുതാം. അതുപോലെ പ്ലേസ് വന്നു കഴിഞ്ഞാൽ ഡസ് പ്ലേ എന്ന് എഴുതാം. ഇതിൽ എസ് ഇല്ല. എസ്സിനെ നമ്മൾ ഡസ് അബ്സോർബ് ചെയ്തെടുത്തു. അതായത് പ്ലേസിലെ എസ്സിനെ ഡസ് അബ്സോർബ് ചെയ്തെടുത്തിട്ട് പ്ലേ മാത്രമാണ് വരുള്ളൂ. അപ്പോൾ പ്ലേസിനെ നമുക്ക് ഡസ് പ്ലേ എന്നും ലൈക്സിനെ നമുക്ക് ഡസ് പ്ലേ എന്നും എഴുതാൻ പറ്റും, ഡസ് ലൈക്ക് എന്നും എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് V1S ഒബ്ജക്റ്റ് ടൈം ആണ്. എന്നാൽ നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ സിംഗുലാർ സബ്ജക്ട് വന്നു കഴിഞ്ഞാൽ ഡസ് V1 യൂസ് ചെയ്താൽ മതി. V1S യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. V1S എസ്സിനെ ഡസ് അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഡസ് V1. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ എന്ന് എഴുതാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ എന്ന് എഴുതാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി ഈ പ്ലേസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് എഴുതാൻ പറ്റും? ഡസ് പ്ലേ എന്ന് എഴുതാൻ പറ്റും. ആ പ്ലേസിനെ നമുക്ക് ഡസ് പ്ലേ എന്ന് എഴുതാൻ പറ്റും. കാരണം V1S നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ഡസ് പ്ലസ് V1 എഴുതാൻ പറ്റും. എസ് ഇല്ല കേട്ടോ. അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എസ് ഇല്ല. എസ്സിന് എന്ത് ചെയ്തു? ഡസ് അബ്സോർബ് ചെയ്തെടുത്തു. അപ്പോൾ ഈ പ്ലേസിന് നമുക്ക് ഹി ഡസ് പ്ലേ എന്ന് എഴുതാൻ പറ്റും. ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇനിയിപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡസിന്റെ തൊട്ട് ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ? ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ അവൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടെന്നാണ് എന്റെ മീനിങ്. ഇനി ഹി ഡസ് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടെന്നാണ് മീനിങ്. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തതാണ്. ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ ഹി ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നും ഫുട്ബോൾ കളിക്കാറില്ല. അതെങ്ങനെ കിട്ടിയത്? ഡസിന്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. അപ്പൊ ഈ ഡസ് നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നു. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവനെന്നും ഫുട്ബോൾ കളിക്കാറില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡസിനെ നോട്ടിനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഡസിന്റെ നിന്ന് കിട്ടും. അപ്പൊ ഹി ഡസിൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ അവനെന്നും ഫുട്ബോൾ കളിക്കാറില്ല എന്ന് തന്നെയാണ് മീനിങ്. ഇത് രണ്ടും സെയിം ആണ്. ഈ ഡസ് നോട്ടിനെ ഒന്ന് ചേർത്ത് എഴുതുന്നതാണ് ഹി ഡസിൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഗെയിൻ എക്സ്പാൻഡ് ചെയ്ത ഫോമിലേക്ക് പോവുക. എന്നിട്ട് ആ ഡസിനെ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇടുക. അപ്പൊ ഡസ് ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ അവൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഡസൻ ഹി പ്ലേ ഫുട്ബോൾ എവറി ഡേ എന്ന് പറഞ്ഞാൽ അവനെന്നും ഫുട്ബോൾ കളിക്കാറില്ലേ? അങ്ങനെ ഹുക്ക് ഇട്ട് ചോദിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പഠിച്ചു, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ പഠിച്ചു, പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ആണ്. നിങ്ങൾ ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇത് കുറച്ച് ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നും, പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് മാറും. പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രാക്ടീസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രാക്ടീസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കണം. എന്തിനൊക്കെ? ആദ്യം ഐ വെച്ചിട്ടുണ്ടാക്കുക, പിന്നെ യു വെച്ചിട്ടുണ്ടാക്കുക, പിന്നെ ദേ വെച്ചിട്ടുണ്ടാക്കുക, പിന്നെ വി വെച്ചിട്ടുണ്ടാക്കുക. അതായത് ഐ യു ദേ വി എന്ന് പറയുന്ന പ്ലൂറൽ എക്സാമ്പിൾ എല്ലാം വെച്ചിട്ട് ഓരോന്നിനും പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ സിംഗുലാറിൽ എന്ത് ചെയ്യണം? സിംഗുലാറിൽ ഹി, ഷീ, ഇറ്റ്, അതിൽ ഓരോന്നിനും ഫോർ എക്സാമ്പിൾ ഹി എന്ന് പറയുന്ന ഒരു വേർഡിന് തന്നെ അതിന്റെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഷീക്ക് ചെയ്യണം. സിംഗുലാറിൽ ഓരോ സബ്ജക്ട്സിനും ചെയ്യണം, പ്ലൂറലിൽ ഓരോ സബ്ജക്ട്സിനും ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളുടെ എന്തുണ്ടാക്കണം? നിങ്ങളുടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലൂറൽ വരുമ്പോൾ ഡു ആണ് വരാ, സിംഗുലാർ വരുമ്പോൾ ഡസ് ആണ് വരാ. കാരണം പ്ലൂറൽ വരുമ്പോൾ പ്ലേ എന്നാണ് വരുള്ളൂ. മറ്റേതെന്ന് പറയുമ്പോൾ പ്ലേസ് വരും. പ്ലേസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തുമ്പോൾ ഡസ് പ്ലേ ആണ് വരാ. പ്ലേനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോഴാണ് ഡു പ്ലേ വരാ. അതൊന്നും മനസ്സിൽ വെക്കാം. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്മളെ ലൈവിൽ ക്ലിയർ ചെയ്ത് തരാം. കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നും, മാക്സിമം എക്സ്പേർട്ട് ഇടും ഇവിടെ. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പ്രാക്ടീസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് സിംഗുലാറിനും പ്ലൂറലിനും നിങ്ങളുടെ പ്രാക്ടീസ് ഷീറ്റ് എല്ലാത്തിനും ഓരോ സബ്ജക്ട്സിനും ക്രിയേറ്റ് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ പ്ലൂറൽ എക്സാമ്പിൾ ഐ യു ദേ വിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോന്നിനും ഐക്ക് വേണ്ടിയിട്ട് ഐക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക, യുക്ക് ക്രിയേറ്റ് ചെയ്യുക, ദേക്ക് ക്രിയേറ്റ് ചെയ്യുക, വി ക്രിയേറ്റ് ചെയ്യുക. സിമിലർ തന്നെയായിട്ട് ഹീക്കും ഷീക്കും ഇറ്റിനും സാമിനും ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൗത്തും ഇനി നിങ്ങൾ ചിന്തിച്ച് പറയാൻ പാടില്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരണം, ഐ വന്നാൽ ഡു വരണം, വി വന്നാൽ ഡു വരണം, യു വന്നാൽ ഡു വരണം എന്ന് നിങ്ങൾ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഉണ്ടാക്കിയ പ്രാക്ടീസ് ഷീറ്റ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രാക്ടീസ് ഷീറ്റ് നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. ഓരോന്നും 5 തവണ റീഡ് ചെയ്യണം. പ്ലൂറലിന് 5 തവണ റീഡ് ചെയ്യുക, സിംഗുലാറിന് 5 തവണ റീഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതെങ്ങനെ റീഡ് ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ റീഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ഈ ഇമോഷൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് റീഡ് ചെയ്യണം. ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഐ ഡു പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഡു യു പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇങ്ങനെ ഇത് റീഡ് ചെയ്യുക. എങ്ങനെ 5 വട്ടം റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഐന്ന് തുടങ്ങി യു കഴിഞ്ഞു, ദേ കഴിഞ്ഞു, വി കഴിഞ്ഞു, ഒരു പ്രാവശ്യം റീഡ് ചെയ്തു. ഇനി ഒന്നും കൂടിയും ഇവിടെ വരാം, അടിക്ക് റീഡ് ചെയ്യുക. അപ്പോൾ 2 പ്രാവശ്യമായി. അങ്ങനെ 5 റൗണ്ട് ഇത് റീഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് റീഡ് ചെയ്യണം. അപ്പോൾ he plays football every day, he does play football every day, he doesn't play football every day, he doesn't play football every day, does he play football every day, doesn't he play football every day. അങ്ങനെ ഇമോഷൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും 5 റൗണ്ട്, ആദ്യം 1 റൗണ്ട്, പിന്നെ 2ാമത്തെ റൗണ്ട് 5 റൗണ്ട് നിങ്ങൾ റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് ഇടുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഹീ വന്നു കഴിഞ്ഞാൽ പ്ലേസ് ആണ് വരിക, അവിടെ എസ് ചേർക്കണമെന്നും, ഹീ വന്നു കഴിഞ്ഞാൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും, ഷീ വന്നു കഴിഞ്ഞാൽ ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ ഐ വന്നാൽ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങളെ കൺഫ്യൂഷൻ മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്രെയിനിൽ അത് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആക്ടിവിറ്റി എന്തായാലും ചെയ്തിട്ട് പ്രാക്ടീസ് ഓണിൽ ഇടണം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവിൽ ക്ലിയർ ചെയ്യാം. കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും, പിന്നെയും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ബൈ.